ശ്രീരേഖയും ജാസ്മിനും തമ്മിൽ ഉഗ്രം വഴക്ക് നടക്കുന്നത് പ്രമോ വന്നിട്ടുണ്ട്. സംഭവം മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ സംഭവമാണ്. രാത്രി ഉറക്കമില്ലാത്ത രണ്ട് പേരാണല്ലോ ജാസ്മിനും ഗബ്രിയും. അതാണെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്ത ഉടനെ തന്നെ റൂമിലേക്ക് കയറണമെന്നാണ് ഇപ്പോഴത്തെ പവർ റൂമിൻ്റെ ഓർഡറും. അതുകൊണ്ട് തന്നെ റൂമിലേക്ക് വന്നിരിക്കുകയാണ് ജാസ്മിനും ഗബ്രിയും. പക്ഷേ റൂമിലെ യമുനയാണെങ്കിലും ശ്രീരേഖയാണെങ്കിലും നേരത്തെ തന്നെ കിടന്നുറങ്ങുകയും ചെയ്തു. പക്ഷേ ഉറങ്ങിക്കിടക്കുന്ന ശ്രീരേഖയെ ജാസ്മിൻ വിളിച്ചുണർത്തിയിട്ട് ചേച്ചി ഒന്ന് ബെഡ് മാറിക്കിടക്കാമോ എന്ന് ജാസ്മിൻ ചോദിച്ചത്രേ. ഇവർക്ക് രണ്ടുപേർക്കും അടുത്തടുത്ത ബെഡുകളിൽ കിടക്കാനായിരുന്നു അതായത് ജാസ്മിനും ഗബ്രിക്കും. പക്ഷേ ശ്രീരേഖ അപ്പുറത്തെ ബെഡുണ്ടല്ലോ അവിടെ കിടന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരേഖ തിരിഞ്ഞു കിടന്ന് ഉറങ്ങി എന്നാണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഉറങ്ങിക്കഴിഞ്ഞ ആളെ വിളിച്ചുണർത്തിയത് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ശ്രീരേഖ ചോദിക്കുന്നത്. ആ ഒരു മാനേഴ്സ് അവർക്ക് നടത്തിക്കൂടായിരുന്നോ എന്നാണ് ചോദിക്കുന്നത് ശ്രീരേഖ. അതുപോലെ തന്നെ ശ്രീരേഖ പിന്നീട് ഉറക്കത്തിൽ നിന്ന് പലതവണ എഴുന്നേൽക്കുമ്പോഴും ഇവർ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതും കളിക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ കാണാമായിരുന്നു എന്ന് ശ്രീരേഖ പറയുന്നുണ്ട്. ഒന്ന് ഉറങ്ങിക്കൂടെ, എന്തിനാ മനുഷ്യന്മാരെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത് എന്ന് ശ്രീരേഖയ്ക്ക് പലതവണ ചോദിക്കണം എന്ന് തോന്നിയെങ്കിലും പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതി ചോദിച്ചില്ല എന്നാണ് ശ്രീരേഖ പറയുന്നത്. പക്ഷേ യമുന അവിടെ കിടന്ന് കൂർക്കം വലിക്കുന്നത് കേട്ടിട്ട് വീണ്ടും ശബ്ദം കൂടിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നുണ്ടായിരുന്നെന്നും അതുപോലെ തന്നെ റോക്കിയുടെ പേര് പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല, റോക്കിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നുണ്ടായിരുന്നത് എന്നൊക്കെയാണ് ശ്രീരേഖ പറയുന്നത്. അതുപോലെ തന്നെ രാവിലെ നേരത്തെ വിളിച്ചെഴുന്നേൽപ്പിക്കുമെന്ന് പവർ റൂം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ രാവിലെ നേരത്തെ വിളിച്ചെഴുന്നേൽപ്പിച്ച സമയത്ത് ജാസ്മിനും ഗബ്രിയും അത് പറ്റില്ല, ഞങ്ങൾക്ക് ഉറങ്ങാൻ സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടെ വഴക്കുണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനും ശ്രീരേഖ പറയുന്നത്, ഉറങ്ങാനായിട്ട് ബിഗ് ബോസ് ഇവിടെ സമയം തന്നിട്ടുണ്ട്. ആ സമയത്ത് കിടന്നുറങ്ങാതെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് എല്ലാവരും ഉറങ്ങിയതിന് ശേഷം അവരെയും ശല്യം ചെയ്ത് വർത്തമാനം പറഞ്ഞ് അവിടെ ഇരുന്നിട്ട് പിന്നെ നേരം വെളുക്കുന്ന സമയത്ത് ഉറങ്ങാൻ കിടന്നിട്ട് ഞങ്ങൾക്ക് ഉറങ്ങാൻ സമയം കിട്ടിയില്ലേ എന്ന് പറയുന്നതിൽ യാതൊരു ന്യായവുമില്ല എന്നാണ് അവിടെ ശ്രീരേഖ പറയുന്നത്. എന്തായാലും ഇതിൻ്റെ പേരിലൊക്കെ തന്നെയാണ് ശ്രീരേഖയും ജാസ്മിനും തമ്മിൽ അവിടെ ഒരു ഉഗ്രം വഴക്ക് നടക്കുന്നത് പ്രമോയിൽ കാണിച്ചിരിക്കുന്നത്. എന്തായാലും വഴക്കിൻ്റെ ഭാഗമായി അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് നമുക്ക് കണ്ടിട്ട് പറയാം.